ദേവീ ശരണം അമ്മേ നമസ്തേ ഗരുഡാരൂഢേ ഢോലാസുരഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്രീ മഹാലക്ഷ്മീ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം ദേവി ഭാഗവതം 2-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടികർമ്മങ്ങൾ ചെയ്തത് ദേവി എന്നുള്ളതിനെ അറിയാൻ ആഗ്രഹിച്ച നാരദർക്ക് നാരായണ ഋഷി ഉപദേശിക്കുന്ന ഭാഗങ്ങൾ. ആദ്യം മഹാവിഷ്ണു സ്വരൂപനായ കൃഷ്ണനെ നന്നായിട്ട് വർണ്ണിച്ചു. പിന്നീട് രാധാറാണിയെ അവിടെ വർണ്ണിച്ചു. അങ്ങനെയുള്ള രാധാറാണിയുമായിട്ട് കൃഷ്ണൻ രാസമണ്ഡലത്തിൽ വെച്ച് രാസക്രീഡ ചെയ്തു എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തിയത്. അങ്ങനെ ശൃംഗാരത്തിൻ്റെ മൂർത്തിഭാവം പൂണ്ടവനെപ്പോലെ കൃഷ്ണൻ അവളോടൊപ്പം നാനാവിധ ശൃംഗാരങ്ങളോടുകൂടിയ സുഖാനുഭൂതിയിലും മുഴുകി അവസാനം ആനന്ദകരമായ ശുഭനിമിഷത്തിൽ അവളിൽ വീര്യാധാനം ചെയ്തു. സുരതാവസാനത്തിൽ ഹരിതേജസ്സിനാൽ തളർന്ന അവളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകി. ഹരിയുടെ ആക്രമത്താൽ തളർന്ന അവൾ നെടുവീർപ്പിട്ടു. ശ്രമവാരി വിശ്വഗോളമാകെ നിറഞ്ഞു. ആ നെടുവീർപ്പ് ലോകത്തിലുള്ള സകല ജീവികൾക്കും ആധാരമായ നിശ്വാസവായുവായി തീർന്നു. ഉടലാർന്ന വായുവിൻ്റെ വാമാങ്കത്തിൽ നിന്ന് അവന് പത്നിയും പുത്രന്മാരുമായിട്ട് 5 പ്രാണങ്ങൾ ഉണ്ടായി. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിവയാണ് ആ പ്രാണങ്ങൾ. അവരുടെ പുത്രന്മാരായിട്ട് അധപ്രാണന് 5 പേരുണ്ടായി. മഹാനായ വരുണൻ ആ വിയർപ്പ് നീരിൻ്റെ അതിദേവതയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ വാമാങ്കത്തിൽ നിന്ന് പത്നിയായ വരുണാനിയും ജനിച്ചു. പിന്നെ കൃഷ്ണൻ്റെ ശിശക്തി രൂപമായ അവൾ ബ്രഹ്മതേജസ്സിനാൽ ജ്വലിക്കുന്നവളായി 100 മന്വന്തരം കൃഷ്ണഗർഭവും ഏറ്റി നടന്നു. കൃഷ്ണപ്രാണന് അതിദേവതയായ അവൾ കൃഷ്ണന് പ്രാണപ്രേയസിയും കൃഷ്ണസംഗിനിയും എന്നെന്നും കൃഷ്ണവക്ഷസിൽ വസിക്കുന്നവളുമായി തീർന്നു. 100 മന്വന്തരം അവസാനിച്ചപ്പോൾ യഥാകാലം ആ സുന്ദരി വിശ്വത്തിന് മുഴുവൻ ആധാരമായ സ്വർണാഭയം ഉള്ള ഒരു ഡിംബത്തെ, അതായത് മാംസപിണ്ഡത്തെ പ്രസവിച്ചു. ആ ഡിംബത്തെ കണ്ട ദേവി ദുഃഖിച്ചു. കോപിച്ച് ബ്രഹ്മാണ്ഡഗോളത്തിലെ ജലത്തിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞത് കണ്ടപ്പോൾ കൃഷ്ണൻ കഷ്ടം കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ് ദേവേശനായ ഭഗവാൻ അപ്പോൾ തന്നെ ദേവിയെ യഥോചിതം ശപിക്കുകയും ചെയ്തു. കോപം കൊണ്ട്, ക്രോധിയായിക്കൊണ്ട്, സന്താനത്തെ വലിച്ചെറിഞ്ഞതുകൊണ്ട് നിശ്ചയമായും നീ ഇന്നു മുതൽ സന്താനമില്ലാത്തവളായി ഭവിക്കുമെന്നാണത്രേ ശപിച്ചത്. നിന്റെ അംശഭൂതരായ ഏതെല്ലാം ദേവസ്ത്രീകളുണ്ടോ അവരെല്ലാം നിന്നെപ്പോലെ അനപത്യരും നിത്യ യൗവനകളുമായി തീരും എന്ന് ശപിച്ചു എന്നാണ് പറയണത്. അതിന് ഇടയ്ക്ക് ദേവിയുടെ ജിഹ്വാഗ്രത്തിൽ നിന്ന് ശുക്ലവർണ്ണയും സുന്ദരിയുമായ ഒരു കന്യക ഉടൻ ആവിർഭവിച്ചു. തൂവെള്ള വസ്ത്രമാണ് ഉടുത്തിരുന്നത്. കയ്യിൽ വീണയും പുസ്തകവും ഉണ്ടായിരുന്നു. രത്നഭൂഷണങ്ങൾ അണിഞ്ഞ സുശോഭിതയായ സർവ ശാസ്ത്രങ്ങൾക്കും അതിദേവതയായ അവൾ വാണീദേവി ആയിത്തീർന്നു. അങ്ങനെ ആ രാധാദേവിയുടെ നാവിൽ നിന്നും ആ ഉൽപ്പത്തിയായതുകൊണ്ട് വാണീദേവിയായിത്തീർന്നു എന്നാണ് പറയണത്. പിന്നെ കാലാന്തരത്തിൽ അവൾ 2 രൂപം പ്രാപിച്ചു. വാമഭാഗം ലക്ഷ്മിയായും ദക്ഷിണഭാഗം രാധയും ആയി തീർന്നു എന്ന് പറയാണ്. അതിനിടയിൽ കൃഷ്ണനും 2 രൂപം കൈകൊണ്ടു. ദക്ഷിണഭാഗം
ദ്വിഭുജനും വാമഭാഗം ചതുർഭുജനുമായി തീർന്നു. കൃഷ്ണൻ അപ്പോൾ വാണീദേവിയോട് പറഞ്ഞു, നീ ചതുർഭുജന്റെ പത്നിയായി നിന്നുകൊള്ളുക, രാധ ഇവിടെയും നിൽക്കട്ടെ, നിനക്ക് മംഗളമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ നാരായണന് തന്നെ ലക്ഷ്മിയെയും സസന്തോഷം നൽകി. 2 ദേവന്മാരോടും കൂടി ചതുർബാഹുവായ നാരായണൻ വൈകുണ്ഠത്തേക്ക് പോകുകയും ചെയ്തു. രാധാംശത്തിൽ നിന്ന് ജനിച്ച അവർ 2 പേരും അനപത്യരായിരുന്നു. നാരായണന്റെ അംഗത്തിൽ നിന്ന് ചതുർഭുജന്മാരായ പാർഷദന്മാരുടെ ജനനമുണ്ടായി. അവരെ തേജസ്, വയസ്സ്, രൂപ, ഗുണങ്ങൾ എന്നിവ കൊണ്ട് ശ്രീഹരിക്ക് തുല്യരായിരുന്നു. ലക്ഷ്മീദേവിയുടെ അംഗങ്ങളിൽ നിന്ന് തതുല്യരായ അനേകം ദാസികൾ ജനിച്ചു. പിന്നെ ഗോലോകനാഥന്റെ രോമകൂപങ്ങളിൽ നിന്ന് വയസ്സുകൊണ്ടും തേജസ്സുകൊണ്ടും തുല്യരായ അനേകം ഗോപന്മാരുണ്ടായി. രൂപം, ഗുണം, ബലം, പരാക്രമം ഇതൊക്കെ തുല്യരായ അവര് വിഭുവിന് പ്രാണതുല്യമായി പാർഷദന്മാരായി തീർന്നു. രാധയുടെ രോമകൂപങ്ങളിൽ നിന്ന് ഗോപാലകന്യകമാരും ജനിച്ചു. അവരെല്ലാം രാധാതുല്യം പ്രിയംവദകളായ രാധാദാസിമാരുമായി തീർന്നു. രത്നഭൂഷണങ്ങൾ അണിഞ്ഞവരും സദാ സുസ്ഥിര യൗവനകളും പരമപുരുഷന്റെ ശാപത്താൽ എന്നേക്കും അനപത്യകളുമായിരുന്നു അവരെല്ലാവരും എന്ന് പറയാണ്. ഹേ നാരദ, അതിനിടയ്ക്ക് പെട്ടെന്ന് കൃഷ്ണദേവതയായ ദുർഗ മൂലപ്രകൃതിയിൽ നിന്ന് ആവിർഭവിച്ചു. അവളാണ് സനാതനിയായ വിഷ്ണുമായ. പരമാത്മാവായ കൃഷ്ണന്റെ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയായ ആ ദേവി നാരായണീയും ഈശാനയും സർവശക്തി സ്വരൂപിണിയും ദേവിമാർക്കെല്ലാം ബീജരൂപയും മൂലപ്രകൃതിയായ ഈശ്വരിയും പരിപൂർണയും ത്രിഗുണാത്മകയും അതേമാതിരി നല്ല ചുട്ടുപഴുത്ത പൊന്നിൻ്റെ നിറത്തിന് തുല്യം പ്രശോഭിതമായ കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശതമാനമായ അവൾ 1000 കൈകള് 3 കണ്ണുകള് ഉള്ളവളായി ഭവിച്ചു. നാനാ ശാസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നവളും വന്യപോലെ വിശുദ്ധമായ പട്ടണിഞ്ഞവളും രത്നഭൂഷണങ്ങൾ ഒക്കെ അണിഞ്ഞും അവളുടെ അംശകലയായിട്ടാണ് സകല സ്ത്രീകളുടെയും ജനനം. പ്രപഞ്ചത്തിലെ സർവപ്രാണികളും അവളുടെ മായയാൽ മോഹിതരാണ്. ഗൃഹസ്ഥരായ കാമികൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. അവള് കൃഷ്ണഭക്തിയെ നൽകുന്നവളും വൈഷ്ണവർക്ക് വൈഷ്ണവിയും മുമുക്ഷുക്കൾക്ക് മോക്ഷപ്രദാനിയും സുഖികൾക്ക് സുഖദായിനിയും സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയും ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയുമായിരിക്കുന്ന ആ ദേവി തന്നെ ആണ്. തപസ് ചെയ്യുന്നവരിലെ തപസ്സും രാജാക്കന്മാരിലെ ശ്രീയും വന്യയ്ക്ക് ദഹിപ്പിക്കാനുള്ള ശക്തിയും ഭാസ്കരൻ അഥവാ സൂര്യനിലെ പ്രഭയും ചന്ദ്രനിലെ ശോഭയും ശ്രീകൃഷ്ണനിലെ ശക്തിസ്വരൂപയും അവൾ തന്നെയാണ്. ആര് നിമിത്തമാണോ ആത്മാവ് ശക്തനായി ഭവിക്കുന്നത്, ആര് നിമിത്തം ജഗത്ത് ശക്തിയുള്ളതായി തീരുന്നുവോ, ആരില്ലെങ്കിൽ ഈ ജഗത്ത് ആകെ ജീവച്ഛവമാകുമോ, ആരാണോ ഈ സംസാരവൃക്ഷത്തിന് നിത്യമായ ബീജരൂപയും സ്ഥിതിരൂപയും വൃദ്ധിരൂപയും ഫലരൂപയുമായിരിക്കുന്നുവോ, ആരാണ് ദാഹം, വിശപ്പ് മുതലായവയ്ക്കും ദയാരൂപയും നിദ്രയും മതിയും ശാന്തിയും ലജ്ജയും തുഷ്ടിയും പുഷ്ടിയും ഭ്രാന്തിയും കാന്തിയുമായിരിക്കുന്നത്, അവൾ സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ട് രാധികേശ്വരൻ നൽകിയ രത്നസിംഹാസനത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഭകത്ത് ഉപവിഷ്ടയായി. ഹേ നാരദ, അതിനിടയ്ക്ക് പത്മനാഭന്റെ നാഭി പത്മത്തിൽ നിന്ന് ചതുർമുഖൻ സാവിത്രി സഹിതനായി പുറത്തു വന്നു. കമണ്ഡല് ധരിച്ചവനും ശ്രീമാനും ജ്ഞാനികളിൽ മുഖ്യനുമായ അദ്ദേഹം പ്രജ്വലിക്കുന്ന ബ്രഹ്മതേജസ്സോടെ 4 മുഖങ്ങൾ കൊണ്ടും ആ രാധികേശനെ സ്തുതിച്ചു. 100 ചന്ദ്രന്മാർക്ക് തുല്യം തിളങ്ങുന്ന വന്യതുല്യം ശുദ്ധമായ വസ്ത്രം ധരിച്ചവളും രത്നഭൂഷണം അണിഞ്ഞവളുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവളുമായ സുന്ദരിയും കൃഷ്ണനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുരോഭകത്തായി തൻ്റെ ഭർത്താവിനോടൊപ്പം രത്നസിംഹാസനത്തിൽ സന്തോഷം ഇരുന്നു. അതിനിടയിൽ കൃഷ്ണൻ 2 രൂപം കൈകൊണ്ടു.
ഇടതുഭാഗം കൊണ്ട് മഹാദേവനും വലതുഭാഗം കൊണ്ട് ഗോപികാപതിയും. ശുദ്ധസ്ഫടിക സംകാശനം 100 കോടി ആദിത്യന്മാർക്കു തുല്യം തിളങ്ങുന്നവനും തൃശൂലവും പട്ടിശവും ധരിച്ചവനും വ്യാഘ്രചർമ്മം ചുറ്റിയവനുമായ ഹരൻ അഥവാ ശിവൻ, ഉരുക്കിയ സ്വർണത്തിൻ്റെ ആഭയമുള്ളവനും ജടാഭാരം ധരിച്ചവനും പരനും, ഭസ്മവിഭൂഷിത ശരീരനും ചന്ദ്രശേഖരനും ദിഗംബരനും സർപ്പഭൂഷണഭൂഷിതനും വലതുകൈയിൽ തിളങ്ങുന്ന രത്നമാല ധരിച്ചവനുമായ നീലകണ്ഠൻ, തൻ്റെ 5 മുഖങ്ങൾ കൊണ്ടും ബ്രഹ്മ ജ്യോതിസും സനാതനവും സത്യസ്വരൂപനും പരമാത്മാവും സർവേശ്വരനുമായ കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് കാരണങ്ങൾക്കെല്ലാം കാരണഭൂതനും സർവമംഗള സ്വരൂപനും ജനനം മൃത്യുജര വ്യാധി ശോകം ഭീതി ഇവ ഇല്ലാത്താക്കുന്നവനും പരനും കാലനും കാലനായ ആ കൃഷ്ണനെ സ്തുതിച്ചിട്ട് അതിനിമിത്തം മൃത്യുഞ്ജയന ആയി അദ്ദേഹം ഹരിയുടെ മുമ്പിൽ രമ്യമായ രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വിതീയ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. സൃഷ്ടിയെപ്പറ്റിയുള്ള